തൃശ്ശൂരിനെ നയിക്കേണ്ടവരാണ് നമ്മുടെ കൂടെയുള്ളവർ. അവരുടെ ആശയങ്ങൾക്ക് നമുക്ക് ചെവി കൊടുക്കാം. തൃശ്ശൂരിലെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായി നമ്മൾ പല മേൽപ്പാലങ്ങളും അതുപോലെ തന്നെ അണ്ടർ ബ്രിഡ്ജുകളെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിയിലുള്ള പല സ്ഥലങ്ങളും കാര്യക്ഷമമായി ഇന്നും പ്രവർത്തനമല്ല. ആ സ്ഥലങ്ങളെല്ലാം കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അവയെ വൃത്തിയാക്കി കോഴിക്കോട് ബീച്ച് മാതൃകയിലുള്ള ഫുഡ് കോർട്ടുകളും പാർക്കുകളും ഗാർഡൻ പോലുള്ളവ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ആ സ്ഥലം വൃത്തിയായി കിടക്കുകയും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം ഉറപ്പോടെ കഴിക്കാൻ സാധിക്കുകയും ചെയ്യും. ട്രാഫിക് ഫ്രീ തൃശ്ശൂർ എന്നാണ് എൻ്റെ ഒരു സ്വപ്നം. പല ടൈമിലും എന്തിന് ഒരു 10 സെക്കൻഡ് കൂടുമ്പോൾ തന്നെ ഓരോ ബ്ലോക്കുകളും തൃശ്ശൂരിൻ്റെ പല ഭാഗത്തുണ്ടാവാറുണ്ട്. അതിന് മെയിനായിട്ട് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് പാർക്കിംഗ് സിസ്റ്റംസ് ആണ്. പിന്നെ അത് മാത്രമല്ല പെഡസ്ട്രിയൻസിന് മര്യാദയ്ക്കൊന്ന് നടക്കാനോ അതിനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ റൗണ്ടിലില്ല. ഞാൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടിയിട്ടുള്ള ഒരു സബ്വേസ് നമ്മൾ മെയിനായിട്ട് കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂരിൻ്റെ സ്വന്തമായിട്ടുള്ള ഗോൾഡൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്ത് പോലും ആളുകൾ കൂടുതലായിട്ട് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് സ്കില്ലഡ് ആയിട്ടുള്ള ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. ഒരു ഗോൾഡിൻ്റെ മാനുഫാക്ചറിങ് പാർക്ക് എന്നുള്ള പോലെ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കണം. അതിനായിട്ടുള്ള സ്കില്ലഡ് ലേബേഴ്സിനൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റും. Joy Alucas, the heart of every celebration.